അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഞാനിപ്പം ചെറിയൊരു കാട്ടിലേക്ക് പോവാണ്. ചെറിയൊരു കാടല്ല, കാണുന്നത് ഫുള്ളും കാടാണ്. അപ്പം എൻ്റെ കൂടെ അശ്വിനുണ്ട്, പിന്നെ അജയും ഉണ്ട്. അമ്മ രണ്ട് ഫ്രണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ആ കാണുന്നുണ്ടോ ഒരു അമ്പലമാണ്. അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ കുറച്ച് വിഗ്രഹവും കുറച്ച് പ്രതിഷ്ഠകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അമ്മ രണ്ടായാലും നടന്നു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിലേക്ക് കയറി കാടിനകത്തേക്ക് പോവുകയാണ്. അവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളും ഈ പോകുന്ന ഏരിയയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഉമ്മാർ പോകുന്നുണ്ട്. ഈ കാണുന്നത് ആണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഉമ്മാരുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു എസ്റ്റേറ്റിൻ്റെ അവിടെ താമസിക്കുന്ന ലയമുണ്ട്. അപ്പോൾ ആ ലയത്തിൽ ആൾക്കാരുടെ ഒരു പ്രാർത്ഥനാ സ്ഥലമാണ്. ഇവിടെ പല രീതിയിലുള്ള ചടങ്ങുകളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. മെയിനായിട്ടും കറുപ്പയ്യസ്വാമി എന്ന് പറയുന്ന ഒരു ആളുടെ പ്രതിഷ്ഠയാണ്. അപ്പോൾ യുവമാരോട് അതിനെപ്പറ്റി ചോദിച്ചു നോക്കും. യുവമാർക്ക് അതിനെപ്പറ്റി ചെറിയ കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഇതല്ലേടാ കറുപ്പയ്യസ്വാമി? അജയ് ഒരു ഹായ് പറ. കറുപ്പ് സ്വാമിയാണോ കറുപ്പയ്യസ്വാമിയാണോ? പാണ്ടിപ്പടയ്ക്കകത്ത കറുപ്പയ്യസ്വാമിയാണോ? ഇവിടുന്ന് കളിയാക്കണ്ടല്ലേ, കാണാവില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് കറുപ്പസ്വാമി. കറുപ്പസ്വാമിയുടെ വാഹനമാണ് ഈ പട്ടി നായ. അപ്പം ഇതൊരു കാട് സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയയാണ്. അതിൻ്റെ സൈഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു അമ്പലം. ഇതാണ് കറുപ്പസ്വാമിയുടെ ഒരു വാഹനമായിട്ട് കറുപ്പസ്വാമി ഉപയോഗിച്ചത്. ഈ മുരുകന് മയിൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതിനെ നോക്കി നിൽക്കുന്ന പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ. പിന്നെ അവിടെ മാറി കുറേ പ്രതിഷ്ഠകൾ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ ഒരു ശൂലവും വെച്ചിട്ടുണ്ട്, കുറേ ആണിയൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാമോ? അത് ഇവിടെ ആചാരമെന്ന് പറയുന്നത്. അവിടുന്ന് ഇവിടെ വന്നിട്ട് രാത്രി അനുഗ്രഹം മേടിക്കും. എന്നിട്ട് നമ്മളിവിടെ ശവക്കോട്ടുണ്ട്. ആരനുഗ്രഹം? ആദ്യത്തെ ഒരാള് അനുഗ്രഹം മേടിച്ചിട്ട് ശവക്കോട്ടുണ്ട്. അവിടെ പോയി ശവം തോണ്ടി അതിന്റെ പാർട്സ് എടുത്തുകൊണ്ട് അവിടുത്തെ അമ്പലത്തിൽ കൊണ്ട് വെക്കുന്നൊക്കെയാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഉത്സവത്തിന് ഒരാഴ്ച മുന്നേ ഒരു മരണം വീഴും. അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യം കാണിക്കാൻ കൊണ്ടുപോകാൻ ബോഡി ഇവിടെ കൊണ്ടുവരുമോ? കാണാൻ നിന്ന് അടി കിട്ടും എന്നൊക്കെയാ പറയുന്നത്. ഒരു ദുരാചാരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അനുഗ്രഹം മേടിക്കുന്ന ആള് നമുക്ക് തല്ലുന്നൊക്കെയാ പറയുന്നത്. ഇതൊക്കെ പോയാലും കാണാൻ നിന്നാലേ പറയാം. അതുകൊണ്ട് അങ്ങനെ പേടിപ്പിച്ച് വെച്ചതുകൊണ്ട് ആരും പോയി നോക്കാനോ ഇങ്ങോട്ട് വരത്തില്ലേ? അതെപ്പോഴാണ് നടക്കുന്നത്? അവിടുത്തെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ നമുക്ക് കാണാൻ പറ്റുമോ? 12 മണിക്ക് പരിപാടി നടത്തുന്നത്. 12 മണി ഇല്ല. ഇവിടെയാണോ ഈ ബോഡി കൊണ്ടുവരുന്നത്? ബോഡി അവിടുത്തെ അമ്പലത്തിൽ കൊണ്ടുവരും. ഇവിടുന്നാ തുടങ്ങുന്നത്. ആണോ? ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അനുഗ്രഹം മേടിക്കും. ബോഡി ആയിട്ട് കൊണ്ടോ ഒരാള് വരും. അനുഗ്രഹം മേടിക്കും. തുള്ളത്തില്ലേ? മറ്റേ പോയിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മള് കേട്ട കാര്യങ്ങളാ, കണ്ടിട്ടില്ല. എല്ലാ വർഷവും നടക്കുന്ന ആണോ? ഈ സമയത്ത് അറിയോ? ഉത്സവത്തിന്റെ കാണുമായിരിക്കും. വലിയ ഊതിയുടെ സമയത്ത് പൗർണമി അത് മറ്റേ ഇതല്ലേ? അങ്ങനെ കുറേ ചടങ്ങ് നടക്കുന്നതാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇതിലേ നടന്ന് കാട്ടിലോട്ട് പോകണം. അപ്പോൾ അതിന് ഇടയ്ക്ക് കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ സ്റ്റോറി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നീട് വേറൊരു നല്ലൊരു വീഡിയോ ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ പോകുന്ന വഴി കണ്ടപ്പോഴത്തേക്കിനും ഉമ്മാർക്ക് അറിയുന്നൊരു ഐഡിയ ഉമ്മാർ ഷെയർ ചെയ്താണ്. അപ്പം ആൾട്ട് പോവാം. അപ്പോൾ കറുപ്പസ്വാമി ടാറ്റ. കൊള്ളാം. ഇവിടെ ഒരു പട്ടിയുണ്ട്. ഇവിടെ ഒരു പട്ടിയുടെ വിവരണമുണ്ട്. പിന്നെ അപ്പുറത്തൊരു വിഗ്രഹം, ഒരാൾ നിൽക്കുന്ന ഒരു സാധനം കണ്ടോ അവിടെ? കണ്ടത് ഇവിടെ ആയിട്ട് ഇതുണ്ട്. ഒരാളിങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചിരിക്കുന്ന പോലെ കണ്ടോ? ക്ലോസിൽ പോയിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവല്ല, മലയുടെ മേളിട്ട് പോവുകയാണ്. ഇവിടെ കാടാണ് ഈ റൈറ്റ് സൈഡ് ഞാൻ കാണുന്നിടത്ത്. അപ്പം നമ്മൾ അതിനകത്തൊരു കാട്ടുവഴി ഉണ്ട്, അതിൽ കൂടെ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഗൈസ്, ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്. എന്നാ ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് പന്നീനെയും കോഴീനെയും ആടിനെയും വെട്ടിയിട്ട് അത് ഇവിടെ തന്നെ വെച്ച് കറി വെച്ച് വെട്ടുന്ന എവിടെ വെച്ചാ? ഇവിടെ തന്നെ. ഇവിടെയാ? ആ ബലി കൊടുക്കുന്നല്ലേ പറയുന്നത്? ബാഹുബലി. ബലി. ബലി
ആ ഇറച്ചിക്ക് വെച്ച് ടേസ്റ്റ് ആണല്ലോ. ആന അങ്ങനെയാണോ പറയുന്നത്? പോടാ മറ്റേ ചവ് തിന്നുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആണോ? ഇതൊക്കെ പുതിയ അറിവാണല്ലോ. ഇത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, വെട്ടുന്ന കണ്ടിട്ടില്ല. ആ അത് വെച്ച് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. കറി വെച്ച് കൊടുക്കുന്നുണ്ടോ? നമുക്ക് അതുള്ള സമയത്ത് വരാം. ഇവിടെ നിന്ന് രാത്രി വരാൻ പറ്റില്ല, ഇത് അമ്പലമല്ലേ. റിസ്ക് അല്ലേ വരുന്നത്. ഗോസ്റ്റിനെ തപ്പി പോകുന്ന പോലെയല്ല. ഗോസ്റ്റിനെ തപ്പി പോകുന്നല്ല, അമ്പലമൊക്കെ ഇച്ചിരി അടിച്ചിറക്കി കളയാം. നമുക്ക് വിശ്വാസം ഇല്ലായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോഴല്ലേ പഠിക്കത്തുള്ളൂ. നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നിനക്കൊരു അനുഭവം ഉണ്ടല്ലോ. ശിവനൊരു ഗോസ്റ്റിൻ്റെ ഒരു അനുഭവം ഉണ്ട്, പക്ഷെ ഇവനത് പറയത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവനെ കൊണ്ട് നമുക്കത് പറയിപ്പിക്കണം. നല്ലൊരു അനുഭവം. നമുക്കൊരു ഫുൾ വീഡിയോ ഒക്കെ ഉള്ള കണ്ടന്റ് ഉണ്ട് ഇവൻ്റെ കയ്യിൽ. പക്ഷെ ഇവനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലേ. നമുക്ക് പിന്നെ എപ്പോഴായാലും ഇവനൊരു മൂടാകുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞോളൂ. ഇവൻ്റെ 1 മാസത്തെ ഉറക്കം കളഞ്ഞൊരു സംഭവമുണ്ട് അജയ്ക്ക്, അല്ലേടാ? ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വന്തം ക്രിയേഷനാണെന്നേ പറയത്തുള്ളൂ. എനിക്കങ്ങനൊക്കെ തോന്നി. ഇവനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കഥയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടാണ് പറയാം. റിയൽ ആയിട്ടുള്ളൊരു കഥ ഇതുപോലെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മേ, ഒരു നാൾ ഇവനത് പറയും, അല്ലേടാ? ആ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവനത് പറയും. അവൻ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, നമുക്ക് വീഡിയോ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലേ? ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ്, കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഇതൊരു വ്യൂ കണ്ടോ? നമ്മളിപ്പം കാട്ടിലോട്ടാണ് കയറുന്നത്. ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് വഴി തീർന്നു, ബാക്കി മണ്ണാണ്, നാച്ചുറൽ വഴിയാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. നമ്മൾ കുറേ നടന്നിങ്ങ് വന്ന്. അപ്പം ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ തൂങ്ങി മരിച്ച സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, ഒരു കാടിനകത്ത്. ഇവന് അതിൻ്റെ സ്റ്റോറി അറിയാം. എന്നാടാ സംഭവം? മുഖം കാണുന്നില്ല. ആ, നിന്നോടല്ല. അത് സംഭവം ശരിക്കും എന്താണെന്ന് അറിയത്തില്ല. ഇതുവഴി ഇങ്ങനെ മറ്റേ ആടിനെ തീറ്റിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അവരെങ്ങാണ്ട് പോയപ്പോൾ ഭയങ്കര നാറ്റം അടിച്ചിട്ട് ആ സ്മെല്ല് എന്നാ നോക്കാൻ വേണ്ടി പോയതാ. അപ്പം ഒരു ശരീരം ഒരാഴ്ച പഴക്കം കാണും. അത് മതിയല്ലോ. ഒരു സ്മെല്ല് വരണ ഒരാഴ്ച എടുക്കുമോ? മത്സ്യപ്പൊടി എടുക്കത്തില്ലേ? എടുക്കുമെന്ന് തോന്നുന്നു. ശരീരത്തിന്റെ അകത്ത് അണുക്കളെല്ലാം മരിച്ചു കഴിയുമ്പോഴല്ലേ സ്മെല്ല് പുറത്ത് വരത്തുള്ളൂ. അതെ, അങ്ങനെയുള്ള സമയത്താണ് അങ്ങനെ സ്മെല്ല് വന്ന് പോയി നോക്കിയപ്പം മരത്തിൽ ഒരാളിങ്ങനെ തൂങ്ങിക്കിടക്കണം. പെണ്ണാന്നാ പറയുന്നത്. പിന്നെ സത്യാണെന്നൊന്നും അറിയില്ല, ഇത് കേട്ടറിയോ? തള്ളുകഥയാണോടി? നമ്മൾ ഈ കൂടുതൽ നാട്ടിൽ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നില്ലല്ലോ ആരുമായിട്ട്, പല ആൾക്കാരുമായിട്ട്. നമ്മൾ ജസ്റ്റ് കൂട്ടുകാരുമായിട്ട് നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ സാധ്യതയൊന്നും അറിയില്ല. അവിടെ ഇവിടെ സ്ഥലം അറിയാമല്ലോ, നമുക്കതറിഞ്ഞാൽ മതി. സാധാരണ നമ്മൾ ഇതിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അവിടെ എല്ലാം ഇതുണ്ട്, ആക്ടിവിറ്റി എല്ലാം ഉണ്ടോ? അതോ പ്രേശല്യമൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ടോ? അതോ അവിടെ അതിലെ വരുമ്പോഴത്തേക്ക് നാട്ടുകാർ കയറ്റി കൊടുത്തിരുന്നേ. അങ്ങനെ അവരിത് പറയും, അങ്ങോട്ട് പോകണ്ട, സ്ഥലം ശരിയല്ല, എല്ലാവർക്കും പോകാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരും. അതിപ്പോൾ നമ്മൾ അതുവഴി വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്നത് കേട്ടാണ്. അപ്പുറത്തെ വഴിയോ? അതെവിടെയാ വഴി? നമ്മുടെ താഴത്തെ വീടില്ലേ, അതിൽ തിരിച്ചു വരുന്നു. അവിടെ മൊത്തം വീടല്ലേ, ശ്രദ്ധിച്ചാൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പകുതി കൂടുതൽ ഇങ്ങോട്ട് വീടില്ല, ഫുള്ള് കാട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. ഒരാൾ മരിച്ച സ്ഥലമാണ്, ഡെഡ് ബോഡി ചീഞ്ഞ് സ്മെല്ലടിച്ചിട്ടത്. എങ്ങനെ ഉണ്ട് ആൾക്കാർ? പോലീസിനെയൊക്കെ അറിയിച്ച് ഹെൽത്തിൽ നിന്നൊക്കെ ആൾ വന്ന് കൊണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല, അതെന്താ സംഭവിച്ചേ, തൂങ്ങി മരിച്ചാണോ എല്ലാം തൂക്കിയതാണോ, അതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പം ഇത് ഏകദേശം എത്ര വർഷം എടുത്ത് കാണും? എത്ര വർഷമായി കാണും ഈ കേസ് കാണുന്നുണ്ട്? 11 വയസ്സ്. 11 വയസ്സോ? 21 വയസ്സ്. 22 വയസ്സ്. അത്രയും കാലം 10 വർഷത്തിന് മേളിലായി. രാത്രി ഇപ്പോൾ റിസ്ക് അല്ലേ? ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ദൂരം നടന്നില്ലേ? ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയും കാട്. കാട് വല്ല വന്യമൃഗങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാലേ അതെല്ലാം ഞാൻ ഒന്ന് ചെയ്തോളൂ. റോഡ് കാണുമ്പോൾ നമ്മൾ ഓർക്കും നോർമൽ വഴിയാണ്. നമ്മൾ ഈ വന്ന വഴിയിൽ ഒരു വീടില്ല, ഒരു മനുഷ്യനില്ല. ഇയാളെ കൊന്നിട്ടാ പോലും അതെ.
അതുകൊണ്ട് 2 പഞ്ചായത്തുകൾ തമ്മിൽ ഒപ്പിക്കാനുള്ള കാട്ടുവഴിയല്ലേ. നമുക്ക് പോയി നോക്കാം. അപ്പം ഞങ്ങൾ കുറേ നടന്ന് ഇങ്ങനെ എത്തിയില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുത്താണ് പോകുന്നത്. നല്ല കാട് അപ്പുറം ഇപ്പറേ. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? 2 കിലോമീറ്ററോ? 2 കിലോമീറ്ററോ? ഇപ്പം നമ്മൾ അത്യാവശ്യം 1 കിലോമീറ്റർ അടുത്ത് കാണുന്നില്ലേ? അതായത് ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്ത് തരുന്നിട്ട് നിങ്ങൾക്ക് ദൂരം ഒന്നും അറിയാൻ പറ്റത്തില്ല. 300 മീറ്റർ. ഓ, ടോട്ടലാണ് നീ 2 കിലോമീറ്റർ. നടന്ന് മടുത്തു. ഇവിടെ നിന്ന് അങ്ങോട്ടാ 2 വഴിയുണ്ടല്ലോ. റൈറ്റ്. നല്ല കാറ്റുണ്ടായത്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ മൃഗങ്ങളെ വല്ലതും കണ്ടുണ്ടോ? തെറി വിളിക്കുന്നു. പള്ളിപ്പറമ്പിൽ തെറി പറയുന്നറ. ചെറിയ കരടി മതിയല്ലോ. ചെറിയ കരടീനെ അത്യാവശ്യം വലുപ്പം കാണും. എന്നാ മന്തിയോ? കുഴിമന്തിയോ? എന്നാ? ഓ, കരിമന്തി. ഓ, കരിമന്തി ഞാൻ കേട്ടിട്ടുണ്ട്. കരിമന്തി കാട്ടുവഴി എന്നെ വേണ്ട കണ്ടല്ലോ. അതെ അതെ. അവിടെ റത്തമ്മ പോയി. എവിടെ എത്താറായോ? വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അരുവിയുണ്ടോ? എവിടെ ഈ തൂങ്ങി പറ്റിയ സ്ഥലം? കൊടും കാട കാഴ്ച. ഇപ്പം നല്ല വെട്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഒരു മഴ സമയത്തൊക്കെ വരികയാണ് നല്ല ഡാർക്കായിരിക്കും ഇവിടെ. എന്നാ മഴയൊക്കെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര വെട്ടവും വിളിച്ചത്. ആ സമയത്ത് ഇപ്പം അട്ടയൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? നാനുണ്ടൊരു അട്ടയല്ല. അയ്യോ, അട്ട ഉണങ്ങിക്കുക. തൂങ്ങി മരിച്ച മരം എവിടെയാ? ഇവിടെ അരുവി ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അജയനെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മറ്റേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ പോലെ ഉണ്ടല്ലേ. എന്നെ കണ്ട. ഓ, ഭയങ്കര അരുവിയാണല്ലോ. കാണത്തില്ലടാ ഇതിനകത്ത്. വാഴ്വായൻ വാഴ്വൈ വാഴവേ. ക്യാപ്പൂരിയായിരുന്നോ? മോനും അങ്ങോട്ട് പോകുന്നുണ്ട്. സോറി, മോനും അല്ല, അശ്വിൻ. ഫുൾ മിനറൽസ് ആണോ? പക്ഷെ ചെടികളായിരുന്നു. ഇല്ല, ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇപ്പം മഴക്കാലമൊന്നും അല്ല, അതുകൊണ്ട് അവിടെ വെള്ളം കുറവ്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. എടാ, ഈ തൂങ്ങൊരു സ്ഥലം എവിടെയാ? നമ്മളിതിട്ട് അവിടെ എത്തിയിട്ടില്ല. സാമാൻ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇരുട്ട് പോയിട്ടുണ്ട്. ഞാനിതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കുമായിരുന്നു. ഇതിലെ കാണാം ആ വെള്ളം. ഇതിനടിയിൽ കൂട്ടൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, വെള്ളം പോകാൻ വേണ്ടി. എടാ, എവിടെയാടാ? ഈ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്, അമ്മരെ കാണുന്നില്ല. എവിടെ എവിടെ? എടാ, നോക്കിപ്പോ എടാ, വഴിയാണ്. എടാ, എടാ, താഴെ വരുന്ന ഓടിക്കും.